ഇപ്പോൾ അവയവ മാറ്റ ശസ്ത്രക്രിയയുടെ ഭാഗമായി അവയവങ്ങളുമായി കോട്ടയത്തേക്ക് ഹെലികോപ്റ്റർ എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. സനോജ് ചേരുകയാണ്. സനോജ്, വിശദാംശങ്ങൾ. ഷമി, കൃഷ്ണലാലിൻ്റെ ഹൃദയവും വഹിച്ചുകൊണ്ടുള്ള എയർ ആംബുലൻസ് കോട്ടയം കളക്ട്രേറ്റിന് സമീപമുള്ള പോലീസ് പരേഡ് ഗ്രൗണ്ടിലേക്ക് പറന്നിറങ്ങുകയാണ്. ഇപ്പോൾ ഈ അവയവം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും തയ്യാറെടുപ്പുകളും ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാമ്പത്തികമായ പിരിവ് നടത്തിയ BN വാസവൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനകം ഈ എയർ ആംബുലൻസിൽ നിന്നും ഈ ഹൃദയം പ്രത്യേക ആംബുലൻസിലേക്ക് കയറ്റും. ഉടൻ തന്നെ ഇവിടെ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണ് ഹൃദയം കൊണ്ടുപോവുക. അതിനുവേണ്ടിയുള്ള ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും കോട്ടയം മെഡിക്കൽ കോളേജിൽ പൂർത്തിയായിട്ടുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിലെ 12ാമത്തെ ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് ഇന്ന് നടക്കുന്നത്. കുമരകം സ്വദേശിയായിട്ടുള്ള അരുണിനാണ് ഈ കൃഷ്ണലാലിൻ്റെ ഹൃദയം മാറ്റിവെക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. എയർ ആംബുലൻസിൽ നിന്നും ഹൃദയം ഇറക്കിയിരിക്കുകയാണ്. അത് പ്രത്യേക ആംബുലൻസിലേക്ക് കൊണ്ടുപോവുകയാണ്. BN വാസവൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. വലിയ തോതിലുള്ള ക്രമീകരണങ്ങൾ, മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവിധ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി ഇപ്പോൾ ആംബുലൻസിലേക്ക് കയറ്റുകയാണ്. ഇപ്പോൾ ഈ ഹൃദയം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ആംബുലൻസിലേക്കാണ് ഇപ്പോൾ ഈ ഹൃദയം കയറ്റുന്നത്. ഈ പ്രത്യേകമായിട്ടുള്ള എയർ ആംബുലൻസിൽ നിന്നും ഹൃദയം ഈ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ആംബുലൻസിലേക്ക് കയറ്റി കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ നിന്നും നേരെ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോകും. ഈ കടന്നു പോകുന്ന വഴികളിലൊക്കെ ട്രാഫിക് നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. കാരണം ഈ വാഹനത്തിന് വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ പോലീസ് വാഹനത്തിൻ്റെ അകമ്പടിയോടുകൂടിയാണ് ഈ ആംബുലൻസ് മുന്നോട്ട് നീങ്ങുക. കാരണം മറ്റ് തടസ്സങ്ങളൊന്നുമില്ലാതെ എത്രയും വേഗം ഈ ആംബുലൻസ് സംവിധാനം കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ് ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ എല്ലാവിധ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് വാഹനത്തിൻ്റെ അകമ്പടിയോടുകൂടി പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ നിന്നും ഇപ്പോൾ ഈ ആംബുലൻസ് വ്യൂഹം ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോയിരിക്കുകയാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇത് 12ാമത്തെ ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ്. ഒപ്പം തന്നെ 300-ലേറെ ലിവർ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും അവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. 7 ലിവർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും കോട്ടയം മെഡിക്കൽ കോളേജിൽ പൂർത്തിയാക്കിയിരുന്നു. ഒപ്പം തന്നെ ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞാൽ ശ്വാസകോശം മാറ്റിവെച്ച രാജ്യത്തെ ഒരു സർക്കാർ മെഡിക്കൽ കോളേജ് കൂടിയാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. അങ്ങനെ സമാനതകളില്ലാത്ത നേട്ടം ആരോഗ്യരംഗത്ത് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. ആ മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ ഭാഗമായിട്ടുള്ള ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ 12ാമത്തെ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് ഇപ്പോൾ ഇവിടെ പൂർത്തിയായിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. എയർ ആംബുലൻസ് ബാംഗ്ലൂരിൽ നിന്നും പ്രത്യേക എയർ ആംബുലൻസ് തിരുവനന്തപുരത്ത് എത്തിച്ച് തിരുവനന്തപുരത്തു നിന്നും ഈ എയർ ആംബുലൻസിലൂടെയാണ് എത്രയും വേഗത്തിൽ ഈ ഹൃദയം കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിക്കുക എന്ന ഒരു ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട് വളരെ വേഗത്തിൽ ഇത്തരത്തിലുള്ള ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയത്. കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയ്ക്ക് അഭിമാനിക്കാൻ കഴിയുന്ന നിമിഷങ്ങൾ തന്നെയാണ് ഇത് എന്ന് പറയണം. കാരണം ഇന്ന് ഈസ്റ്റർ ദിനമാണ്. ആ പ്രത്യാശയുടെ ദിനം, ഉയിർപ്പിൻ്റെ ദിനമായിട്ടുള്ള ഈ ദിവസം കുമരക സ്വദേശിയായിട്ടുള്ള അരുണിന് ഒരു ഉയിർപ്പിൻ്റെ ദിനമായി മാറുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അരുണിനെ സംബന്ധിച്ച് വളരെ നിർധന കുടുംബമാണ്. ആ കുടുംബത്തിന് വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെ ചികിത്സയ്ക്ക് പണമില്ലാതെ ബുദ്ധിമുട്ടുന്നതിനിടയിലാണ് 14 ലക്ഷത്തോളം രൂപ ഈ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേണ്ടി വന്നത്. ആ ഘട്ടത്തിലാണ് സ്ഥലം MLA-യും മന്ത്രിയും കൂടിയായിട്ടുള്ള BN വാസവൻ്റെ നേതൃത്വത്തിൽ 14 ലക്ഷം രൂപ സമാഹരിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയത്. അങ്ങനെ 50,000 രൂപ ഈ പദ്ധതിയുടെ ഭാഗമായി ആദ്യഘട്ടത്തിൽ BN വാസവൻ തന്നെ ഡൊണേറ്റ് ചെയ്യുകയായിരുന്നു. പിന്നീട് നാട്ടുകാർ എല്ലാവരും ചേർന്ന് ഒറ്റ ദിവസം കൊണ്ടാണ് ഈ 14 ലക്ഷം രൂപ സമാഹരിച്ചത്. അതിനുശേഷം അരുൺ തൻ്റെ ശരീരത്തിന് അനുയോജ്യമായിട്ടുള്ള ഹൃദയത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു, മാസങ്ങളായുള്ള കാത്തിരിപ്പിലായിരുന്നു. അതിനിടയിലാണ് ദാരുണമായ സംഭവം തിരുവനന്തപുരത്ത് സംഭവിക്കുന്നത്. ഈ കൃഷ്ണലാൽ എന്ന് പറയപ്പെടുന്ന ബിൽഡിംഗ് തൊഴിലാളിയായിട്ടുള്ള ചെറുപ്പക്കാരൻ വാഹനാപകടത്തിൽ മരണപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ഹൃദയം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഹൃദയം കാത്തു നിൽക്കുന്ന അരുണിന് പാകമാണ് എന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ കണ്ടെത്തുകയും ചെയ്തത്. അങ്ങനെ ഇന്നലെ ഡോക്ടർമാരുടെ സംഘം തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കുകയും പരിശോധനകൾ പൂർത്തിയാക്കി ഈ ഹൃദയം അനുയോജ്യമാണെന്ന് കണ്ടെത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ മുന്നൊരുക്കങ്ങൾ പിന്നീട് സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് പ്രത്യേക എയർ ആംബുലൻസിലൂടെ ഈ ഹൃദയം ഇപ്പോൾ കോട്ടയം പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ ഈ പ്രത്യേക എയർ ആംബുലൻസിൽ എത്തിച്ചത്. പിന്നീട് ഇവിടെ നിന്നും പോലീസ് വാഹനത്തിൻ്റെ അകമ്പടിയോടുകൂടി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഈ ആംബുലൻസ്
വ്യൂഹം തിരിച്ചിരിക്കുകയാണ്. റോഡിൽ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആംബുലൻസിന് കടന്നു പോകുന്ന വഴികളിൽ സുരക്ഷിതമായ പാത ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ക്രമീകരണങ്ങളും മുന്നൊരുക്കങ്ങളും പോലീസിൻ്റെയും സർക്കാർ സംവിധാനത്തിൻ്റെയും ഭാഗമായി നടന്നു. ഏറ്റവും ഒടുവിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇന്ന് ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയ. കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ചരിത്രത്തിൽ 12ാമത്തെ ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് അവിടെ നടക്കുന്നത്. ഇന്ന് അവധി ദിവസമാണ്. ഈ അവധി ദിവസത്തിലും ഈ അവധിയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പ്രത്യേക സാഹചര്യത്തിൽ ഡോക്ടർമാരും മറ്റ് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരും ഈ ശസ്ത്രക്രിയയുടെ ഭാഗമാകാൻ വേണ്ടി അവിടെ എത്തിച്ചേർന്നു എന്നതും അഭിനന്ദനാർഹമാണ്. അങ്ങനെ കേരളം മറ്റൊരു ചരിത്രത്തിനു കൂടി വഴി തുറക്കുകയാണ്. ആരോഗ്യരംഗത്ത് രാജ്യത്തിൻ്റെ മാതൃകയായി തീരുകയാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. ഷമ്മി.